എവിടെയാ മേ ഇടുക ഇംഗ്ലീഷ് ഭാഷയിൽ, എവിടെയാ മൈറ്റ് ഇടുക? ആക്ച്വലി നമ്മുടെ മനസ്സിനകത്ത് ഇതൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം? ചിലപ്പോഴെന്നേ ഉള്ളൂ അർത്ഥം. ചിലപ്പോ അവൻ ചിലപ്പോ വരും, ഹി മേ കം, ചിലപ്പോ പറയും ഹി മൈറ്റ് കം. അപ്പൊ എപ്പോഴാ ഈ മേയും മൈറ്റും മാറി മാറി ഇടുക? സി, നമ്മുടെ മനസ്സിനകത്ത് സാധ്യത കൂടുതലാണെങ്കിൽ മേ, സാധ്യത കുറവാണെങ്കിൽ മൈറ്റ്. ഞാനൊരു വാക്ക് ഉപയോഗിച്ചു കേട്ടോ, നമ്മുടെ മനസ്സിൽ എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് കാലാവസ്ഥ വളരെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ജനറേഷൻ കുട്ടി ഇറങ്ങിയിട്ട് പറയും, എന്റെ അമ്മേ ഇപ്പൊ പെയ്യൂട്ടോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അവൻ ഉപയോഗിക്കുന്ന എങ്ങനെയായിരിക്കും? ഇറ്റ് മേ റെയിൻ, സാധ്യത കൂടുതലാക്കി പറയാം. അതേസമയം അച്ചാച്ചൻ വന്നിട്ട് പറയും, ഓ അത് കാറ്റ് കൊണ്ടുപോകും, മഴയൊന്നും പെയ്യത്തില്ല എന്ന് പറയും. അന്നേരം അദ്ദേഹത്തിന് മനസ്സിനകത്ത് ഉറപ്പിച്ച് എന്താ പറയണ അറിയോ? മഴ പെയ്യത്തില്ലെന്ന. ഇറ്റ് മൈറ്റ് റെയിൻ. ഒരേ സാഹചര്യം, ഒരേ സന്ദർഭം, രണ്ടാളുകൾക്ക്, ഒരാൾക്ക് മേ, ഒരാൾക്ക് മൈറ്റ്. ഗ്രാമർ പുസ്തകത്തിലല്ല കേട്ടോ, അവനവന്റെ മനസ്സിലാ. രണ്ടും ശരിയാ. സോ യു വെൽക്കം ടു ജനൈൻസ് അക്കാഡമി. 3 കോഴ്സുണ്ട്. ഒന്ന് ബേസ്, പിന്നെ ഒന്ന് ഇന്റർമീഡിയറ്റ്, പിന്നെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവൽ. ഈ ബേസ് കോഴ്സിന് തന്നെ 175ഓളം ടോപ്പിക്സ് സംസാരിപ്പിച്ച് അടിപൊളിയാക്കും കേട്ടോ. സോ യു വെൽക്കം ടു ജനൈൻസ് അക്കാഡമി. താങ്ക് യു.